നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഒരു ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അല്ലു പുറത്തിറങ്ങിയത്. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ ഇന്നലെ ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. ജാമ്യ ഉത്തരവ് ലഭിക്കാൻ വൈകിയത് കൊണ്ടാണ് അല്ലുവിന് ജയിലിൽ കഴിയേണ്ടി വന്നത്. അറസ്റ്റിനെതിരെ വിമർശനവുമായി കേന്ദ്രം രംഗത്തെത്തി. തെലങ്കാന ഹൈക്കോടതിയുടെ ഇടക്കാല ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് അല്ലു അർജുൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ജയിലിലെ പ്രധാന കവാടത്തിന് പുറത്ത് നിരവധി ആരാധകരാണ് അല്ലു അർജുനെ കാണാൻ കാത്തുനിന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷ മുൻനിർത്തി പിൻഗേറ്റ് വഴിയാണ് അല്ലുവിനെ പുറത്തിറക്കിയത്. ചാഞ്ചൽഗുഡ ജയിലിലെ ബാരക് 1-ലാണ് അല്ലു അർജുൻ ഇന്നലെ കഴിഞ്ഞത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അല്ലു അർജുൻ പ്രതികരിച്ചു. ജയിൽ മോചനം വൈകിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അല്ലു അർജുന്റെ അഭിഭാഷകനും പറഞ്ഞു. Citizen. I respect the law and I will cooperate with them and I'll do the needful. And very importantly, I would like to give my condolences once again to the family. അല്ലുവിനൊപ്പം ഇന്നലെ അറസ്റ്റിലായ സന്ധ്യ തിയേറ്റേഴ്സ് ഉടമകളും ജയിൽ മോചിതരായി. ഇരുവർക്കും ഹൈക്കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിലാണ് അല്ലു അർജുൻ അറസ്റ്റിലാകുന്നത്. രാത്രി കോടതിയിൽ നിന്ന് ഒപ്പിട്ട ജാമ്യ ഉത്തരവ് ജയിലിലെത്താൻ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് അല്ലു അർജുന് ജയിലിൽ തുടരേണ്ടി വന്നത്. അതേസമയം അറസ്റ്റിൽ അല്ലു അർജുനെ പിന്തുണച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. റിലീസിനിടെയുണ്ടായ മരണത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആരോപിച്ചു. മരണത്തിന്റെ ഉത്തരവാദിത്വം താരത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV.